പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് പി.വി. അൻവർ. തൃണമൂൽ ബന്ധം ഉപേക്ഷിച്ചാണ് അൻവറിന്റെ നീക്കം. CPIM വിമതരുമായി ചർച്ച നടത്തുമെന്ന് അൻവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശാന്തകുമാർ, തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടില്ല. അതിനു മുന്നേ തന്നെ പുതിയ പാർട്ടി നീക്കങ്ങളുമായി പി.വി. അൻവർ മുന്നോട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അൻവറിന്റെ ഇപ്പോഴത്തെ ആലോചനകൾ, നീക്കങ്ങൾ? സ്വാതി, നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസുമായി ചേർന്നാണ് പി.വി. അൻവർ നേരത്തെ തന്നെ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഒപ്പം തന്നെ ഇപ്പോൾ ബേപ്പൂരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മത്സരിച്ച അതിന്റെ ഫലം വരാനിരിക്കുന്നേ. അപ്പോഴാണ് തൃണമൂൽ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനറായിരുന്നു പി.വി. അൻവർ. പി.വി. അൻവർ ആ സ്ഥാനം രാജിവെക്കുന്നു. ഇന്ന് എറണാകുളത്താണ് ഇവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നത്. കളമശ്ശേരി ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് ഐക്യകണ്ഠേന അങ്ങനെ ഒരു പ്രമേയം അവർ പാസാക്കിയിരിക്കുന്നത്. പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് പി.വി. അൻവർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ തൃണമൂൽ കോൺഗ്രസ് വിടാനുള്ള പ്രധാനപ്പെട്ട കാരണം ദേശീയ തലത്തിൽ ദേശീയ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല തൃണമൂൽ കോൺഗ്രസിന്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഇപ്പോൾ ആ പാർട്ടി വിടാനുള്ള കാരണം, അല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്നും മാറാനുള്ള കാരണം എന്ന് അദ്ദേഹം പറയുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ UDF-ഉമായി ചേർന്നാണ് പി.വി. അൻവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ തൃണമൂൽ കോൺഗ്രസും ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവും ഉൾപ്പെടെ നടത്തുന്ന ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ ആ രീതിയിൽ കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയാവണം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എന്തായാലും എത്തിയിട്ടുള്ളത്. എന്തായാലും പി.വി. അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമല്ല. തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാ ഭാരവാഹിത്വവും, എല്ലാ സംഘടനാ ഭാരവാഹിത്വവും ഉപേക്ഷിക്കുന്നു, രാജിവെക്കുന്നു എന്ന് തീരുമാനിച്ചാണ് ഇന്ന് അവർ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും പുതിയ ഒരു ജനാധിപത്യ മതേതര ഒരു പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അല്പസമയത്തിനകം അവർ എറണാകുളത്തെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം വിശദമാക്കുമെന്നാണ് അവർ നമ്മോട് ഇപ്പോൾ പറയുകയും ചെയ്തത്. സ്വാതി, അതുതന്നെയാണ് ശാന്തകുമാർ. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ TMC-യുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നുവെന്നാണ് ഇപ്പോൾ പി.വി. അൻവർ പറയുന്നത്. അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് CPIM വിമതരുമായി ചർച്ച നടത്തും എന്ന് പറഞ്ഞിരുന്നു. ആ ചർച്ചകൾ അത്തരത്തിൽ നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അൻവറിനെ കൂടാതെ മറ്റാരൊക്കെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? അതിന്റെ വിവരങ്ങൾ കൂടി നൽകാം. CPM-ഉമായി ഇടഞ്ഞു നിൽക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തകർ, നേതാക്കൾ, ഇവരെ നേരത്തെ തന്നെ പി.വി. അൻവർ സന്ദർശിക്കുകയും ഇവരെ ഒപ്പം കൂട്ടുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അവയൊന്നും വേണ്ട പോലെ ഫലം കണ്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ VS അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സുരേഷിനെ കാണുകയും ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും എല്ലാം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതുപോലെ CPM-ഉമായി ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി ചേരിതിരിഞ്ഞ് മാറി നിൽക്കുന്നവരെ എല്ലാം ഒപ്പം കൂട്ടുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് പി.വി. അൻവറിനുള്ളത്. അത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം ഉൾപ്പെടുത്തി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതിൻ്റെ ആദ്യ ഘട്ടം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നിന്ന് വിടുന്നു, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായിക്കൊണ്ട് പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുമ്പോൾ പി.വി. അൻവർ ലക്ഷ്യമിടുന്നു. അത് തന്നെയാണ് നിരവധി പേർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇടതുപക്ഷത്തിന് എതിരായി പ്രവർത്തിച്ച, ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നതിന് ശേഷം പിന്നീട് അവർക്കെതിരാവുകയും CPM-നെതിരാവുകയും ചെയ്ത നിരവധി നേതാക്കളുണ്ട്. അവരെല്ലാം പി.വി. അൻവർ സമീപിക്കുകയും ഇവരെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം നേരത്തെ നടത്തുകയും ചെയ്തതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇവ പൂർണ്ണമായി വിജയിക്കാനായില്ല. അതാണ് ഇപ്പോൾ പുതിയ ഒരു ആശയത്തിലേക്ക് പി.വി. അൻവർ എത്തിയിരിക്കുന്നത്. എന്തായാലും അതാണ് ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ രൂപീകരിക്കുക എന്നുള്ളതിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പി.വി. അൻവർ പുതിയ ഒരു ജനാധിപത്യ മതേതര ഒരു മുന്നണി എന്നുള്ള രീതിയിലേക്ക് മാറുകയും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയൊക്കെ എന്നുള്ളത് മെയ് അവസാനത്തോടു കൂടിയ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. ഇന്ന് എറണാകുളത്ത് ചേർന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ കേരളത്തിലെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും ചേർന്ന് പങ്കെടുത്ത ആ യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തുമ്പോൾ ഈ നിലവിൽ തന്നെ പറയുന്നത് ഭാവി പദ്ധതികൾ എന്താണ്, ഇതിന്റെ നയ പരിപാടികൾ എന്തെല്ലാമാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ ആഗ്രഹമുണ്ടാകും എന്നുള്ളതിൽ പി.വി. അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി.വി. അൻവർ 2016 നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ MLA ആയി വിജയിച്ചു വരികയും 2024 ഇടതുപക്ഷവുമായി ഇടഞ്ഞു നിൽക്കുകയും
പിന്നീട് ആ MLA സ്ഥാനം തന്നെ രാജിവെച്ച് അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കുകയും പിന്നീട് CPM-നെയും ഇടതുപക്ഷ സർക്കാരിനെയും വെല്ലുവിളിച്ച് നിലനിൽക്കുകയും എല്ലാം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. തുടർന്നാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് UDF-ന് പിന്തുണ നൽകുമെന്നുള്ളതായിരുന്നു. പക്ഷേ PV അൻവർ പ്രതീക്ഷിച്ചതുപോലുള്ള കാര്യങ്ങളൊന്നും നടക്കാതെ ആയപ്പോൾ UDF-നെതിരെ PV അൻവർ സ്ഥാനാർത്ഥിയാവുന്നതും നമ്മൾ കണ്ടതാണ്. പിന്നീടാണ് ആ തെരഞ്ഞെടുപ്പിന് ശേഷം 20,000-ഓളം വോട്ട് അദ്ദേഹം നേടി. ആ നേട്ടത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പിന്നീട് UDF